ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗുണനിലവാരവും മഹത്വവും മനസ്സിലാക്കാൻ വൈകിപ്പോയ ഒരു പഴമാണ് ഈ ചക്ക. ഇന്നൊരു ചക്കയെ പരിചയപ്പെടാം. തേൻവരിക്ക, ഒരു നാടൻ ഇനം. വളരെ ഗംഭീരം എന്ന് പറയാൻ കഴിയില്ല, എന്നാലും മോശമില്ലാത്ത മധുരമൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് മഴയെല്ലാം പെയ്ത് കഴിഞ്ഞു, എന്നിട്ടും മധുരത്തിനൊന്നും വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ നല്ല സ്മെല്ലുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടുണ്ടായതാണ്. ഈ മരം കുറച്ചും കൂടി പ്രായമാകുമ്പം ചക്ക ഒന്നും കൂടി ക്വാളിറ്റി ആവുമെന്നാണ് അറിവ്. അപ്പോൾ ഇതൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ പ്ലാവിൻ്റെ പ്രായം ഒരു 6 വർഷമായി. ഇത് വെച്ച സമയത്ത് ഒരു 2 വർഷം പ്രായമുള്ള തൈയായിരുന്നു. സ്ഥല സൗകര്യമുള്ളവർക്ക് മണ്ണിൽ വെച്ച് വളർത്താൻ പറ്റിയൊരു ഇനമാണിത്. ഡ്രമ്മിൽ വെക്കുന്നത് അത്ര അനുയോജ്യമല്ല. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷേ പെൺപൂവ് ഉണ്ടായത് ഇപ്പോഴാണ്. 4 പൂവ് ഉണ്ടായത് 4 ചക്കയായി. ഈ പെൺപൂവിൻ്റെ ലക്ഷണം ഇതാണ്. ഇതിൻ്റെ ഞെട്ടിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു റിങ് കാണും. അതാണ് ചക്കയാവുന്നത്. ഞെട്ടിന് തടി കുറവായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പം കറുത്ത കളർ വന്നിട്ട് കരിഞ്ഞു പോകും. അതാണ് ആൺപൂവ്. പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു മരമാണ് ഈ പ്ലാവ്. നല്ല വേനൽക്കാലത്ത് കുറച്ച് നനച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഒരു 6 മാസം കൂടുമ്പോൾ കുറച്ച് ജൈവവളം ഇട്ട് കൊടുത്താൽ മതി. അത്രയേ ആവശ്യമുള്ളൂ. പത്ത് കിലോയിൽ കൂടുതൽ ചക്ക വലുപ്പം വരുന്നുണ്ട്. കുറച്ചും കൂടി കഴിയുമ്പോൾ സൈസ് വലുതാവും. വീടിൻ്റെ മുൻവശത്തൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച പ്ലാവുമ്മൽ ഇങ്ങനെ ചക്കയായി നിൽക്കുന്നത് കാണാനൊരു ഭംഗിയാണ്. ചക്ക താല്പര്യമുള്ള വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.